എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണേ. ഞങ്ങൾ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ആക്കുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണേ. അതൊന്ന് നിങ്ങളായിട്ട് കാണിക്കാം. ഞാനൊരു മീൻകറിയും ഒരു മീൻ വറുത്തതും ഒരു തക്കാളിക്കറിയാണ് വെക്കുന്നത്. അപ്പം ഞാൻ മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് ഉലുവ ഒന്ന് കുറച്ച് പൊട്ടി, അത് കഴിഞ്ഞിട്ട് ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കും. നന്നായിട്ട് വാടണ വരെ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വാട്ടിയെടുത്തിട്ടാണ് ബാക്കി പൊടികളെല്ലാം ചേർക്കുന്നത്. പൊടികൾ ആയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത് 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കണേ. അതൊരു തക്കാളി ചേർത്ത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെച്ചിരിക്കണേ. പല രീതിയിൽ വെക്കും, ഞാൻ ഇന്നിങ്ങനെയാണ് വെക്കുന്നത്. എന്നിട്ട് ആ പേസ്റ്റ് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ട്, ആ വാടിയതിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ ആ കൂട്ടിലേക്ക് ഞാൻ ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വാട്ടി നല്ല ആ എണ്ണ തെളിയണം. പിന്നെ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവം വരെയൊക്കെ ആക്കി ഇങ്ങനെ എടുക്കണം. അങ്ങനെ ഒരു കട്ടിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കണേ. ആ വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് ഉപ്പും കുടംപുളിയും ചേർത്തിട്ട് തിളക്കാനായിട്ട് മാറ്റി വെക്കണം. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ മീനിടാവുള്ളൂ. നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് ആ മീൻ വെന്ത് ആ വെള്ളം ഒന്ന് പറ്റണം, കുറച്ചുകൂടി പറ്റണ രീതിയിൽ മീനൊന്ന് വേകുകയും ചെയ്യും. വെള്ളം പറ്റി ഒന്ന് ചാറ് കുറുകി വരും, അതുവരെ അത് തിളപ്പിക്കണം. ചില മീനുകൾ പൊടിഞ്ഞു പോകും. അപ്പം പൊടിഞ്ഞു പോകുന്ന മീനൊക്കെ ആണെങ്കിൽ അധിക നേരം നമ്മൾ വേഗം വെക്കരുത്. അതിൻ്റെ ആ ഒരു പരുവം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചില മീനുകൾ നല്ല കട്ടിയിലിരിക്കുന്ന മീനാണെങ്കിൽ കുഴപ്പമില്ല, കുറേ നേരം എടുത്താലും അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ മീൻകറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ തക്കാളിക്കറി വെക്കാനായിട്ട് തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഉപ്പ് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വേകാൻ വെച്ചേ. തക്കാളി നന്നായിട്ട് ഉടയണം. നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ചുമന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, അത്രയാണ് ചേർത്തത്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ കൂട്ട് ഈ തക്കാളിയിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഓഫാക്കി വെക്കണം തീ. അതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ചെറിയൊരു ചീനച്ചട്ടി ഉണ്ട് എനിക്ക്. അതിലേക്ക് എണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് വറതാളിച്ച് ആ കറിയിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ കറിയുടെ കഴി. ഇനി മീനും കൂടി വെക്കാണ്. മീൻ വറുത്ത് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിയും കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ പണിയൊക്കെ ഇതോടെ കഴിയും. മീൻ വറുത്തിട്ട് ചോറെടുത്ത് ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ട് ചോറൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് ഊണ് കഴിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തായിരുന്നു. ചോറ് കൊടുത്തിട്ട് കൺമണീനെ ഒരു ഊഞ്ഞാലുണ്ട് അവിടെ, അതിലാട്ടി അവൾ ഉറങ്ങിക്കോളും. അതിലാട്ടി ഉറക്കി. അതിനുശേഷം ഇനി ഞാനും അമ്മയും കൂടി ഊണ് കഴിച്ചിട്ട് ഞങ്ങളും ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ കിടക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ എല്ലാ ദിവസത്തെ